ഇന്ന് ആൻറ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു പൈനാപ്പിൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പൈനാപ്പിൾ വെച്ചിട്ട് ഞാൻ 2 കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ 2 കറി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആട്ടോ അത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് തേങ്ങ വേണമായിരുന്നു. അപ്പോൾ തേങ്ങ ഒരാളെ കൊണ്ട് ചിരണ്ടിച്ചെടുത്തു. ആൻറ്റിയുടെ മോനാട്ടോ എനിക്ക് തേങ്ങ വേണ്ടി തരുന്നേ. പിന്നെ ആ പൈനാപ്പിൾ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഞാനത് കറക്റ്റായിട്ട് പപ്പാതിയാക്കിയിട്ട് ഇങ്ങനെ വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. കാരണം നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് വലിപ്പമൊന്നും നോക്കണമെന്നില്ല. ഇത് ആദ്യത്തെ സെറ്റാട്ടോ, 2ആയിട്ട് മുറിച്ചിട്ട് ആദ്യത്തെ സെറ്റ് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് അരച്ചെടുക്കാം നമുക്ക്. ഇത് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്തിട്ടോ, കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് അത്ര പൾപ്പായിട്ട് വേണ്ട, കുറച്ച് ജ്യൂസിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. പിന്നെ ഒരു 4-5 ഉള്ളി, ചുവന്നുള്ളി, കുറച്ച് പച്ചമുളക്, 2 ആയാലും മതി. അത്യാവശ്യം എരിവുള്ള പച്ചമുളകായിട്ട് 2 എടുത്തുള്ളൂ. പിന്നെ നേരത്തെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്ത കറിക്കുള്ള. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഞാൻ മിക്സിയിൽ ഇട്ടു. അതിൻ്റെ ഒപ്പം ഉള്ളി, പച്ചമുളക് ഇട്ട് കുറച്ച് ജീരകം ഇടണമായിരുന്നു. ജീരകം ഇടാനുള്ള വീഡിയോ, ആ ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. ജീരകം ഇട്ടിട്ട് അത് അരച്ച് വയ്ക്കാം. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ, ചൂടാവണമെന്നില്ല, ചട്ടി വെച്ചിട്ട് അതിലേക്ക് നേരത്തെ ആ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായിക്കോട്ടെ, അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ അത് ചൂടായി തിളയ്ക്കണം. ഇതൊരു മോരുകറി ആയിട്ട് ഉണ്ടാക്കുന്നത്, പൈനാപ്പിൾ വെച്ചിട്ടൊരു മോരുകറി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2-3 പച്ചമുളക്, പിന്നെ മുളക് പൊടി. ഈ മുളക് പൊടി ഇവിടെ ആൻറ്റിയുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച കേട്ടോ. ഇത് കളർ കാണുമ്പോൾ നമുക്ക് കാശ്മീരി മുളക് പൊടിയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു, പക്ഷെ അല്ല, നല്ല എരിവുണ്ടായിരുന്നു അത്യാവശ്യം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടുള്ളൂ, ഈ മുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ. പക്ഷേ അത് ഇട്ടപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കളർ വന്നായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതവിടെ വെച്ചേക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തിളക്കട്ടെ. ഇപ്പോൾ അതിന് തളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് തിളച്ചോട്ടെ, നല്ല രീതിയിലൊന്ന് കുറുകി വരണം. അപ്പോൾ ഇപ്പുറത്തെ ഒരു ചട്ടിയിൽ നമ്മൾ നമ്മുടെ അടുത്ത കറിക്കുള്ള പരിപാടികൾ നോക്കാം നമുക്ക്. ഈ ചട്ടി ചൂടായിട്ട് വരട്ടെ. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. നമ്മൾ ചിരണ്ടി വെച്ച് കുറച്ച് തേങ്ങ എടുത്തിട്ട് നമ്മൾ വറുത്തെടുക്കാം. ഇതൊരു പൈനാപ്പിൾ മധുരക്കറി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ തേങ്ങ വറുത്തെടുക്കുന്നത്. തേങ്ങ വറുക്കാൻ കുറച്ച് സമയം ആവശ്യമുള്ളൂ, കുറച്ച് അതിൽ തന്നെ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാനത് ആദ്യമേ അരച്ച് വെച്ചത്. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് നമ്മൾ അരപ്പാക്കി വെച്ചില്ലേ, ആ അരപ്പ് ആ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ആ പൈനാപ്പിളൊന്ന് കുറുകി വരുമ്പോൾ ഈ അരപ്പും കൂടി ഒഴിച്ചിട്ട് ആ അരപ്പും അതിൽ കിടന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ചോട്ടെ. അരപ്പും പൈനാപ്പിളും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ കൈ മാറാതെ തന്നെ തേങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കണ്ടോ, ആ അരപ്പ് നല്ലോണം പൈനാപ്പിളിലേക്ക് യോജിച്ചിട്ടുണ്ട്. പല ആവശ്യമില്ലാത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. തേങ്ങയും അങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്നു. കണ്ടോ, ഞാൻ ഒരുപാട് വെള്ളം പോലെയല്ല കേട്ടോ വയ്ക്കുന്നത്. നമുക്കിതിലേക്ക് വറുത്തിടാനായിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടാവാനായിട്ട് ഞാൻ നിൽക്കാറില്ല. എനിക്ക് കടുക് പെട്ടെന്ന് ഇടുമ്പോൾ ഒരു പൊട്ടിത്തെറിയില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയായിട്ട് ഞാൻ ആദ്യമേ തന്നെ കടുക് ഇടും. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വേപ്പില. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു കളറായിരുന്നു കേട്ടോ. യൂഷ്വലി മോരുകറിക്ക് നല്ലൊരു മഞ്ഞ കളറല്ലേ, ഇത് അങ്ങനത്തെ ഒരു മഞ്ഞ കളറല്ല, ഒരു മാമ്പഴം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു മഞ്ഞയായിരുന്നു. ഞാൻ കുറച്ച് തൈര് നേരത്തെ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തൈരും ഉടച്ചതും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് തളയൊക്കെ ഓഫിന് ശേഷമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ തേങ്ങ വറുത്ത് മാറ്റിയിട്ടുണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി. എന്നിട്ട് ആ ചട്ടി തന്നെ കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഒരു ഏത്തപ്പഴം ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിരിക്കുന്നത്. ഇത് വേവൊന്നും വേണ്ട, എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പഴത്തിൻ്റെ കഷ്ണത്തിന് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് 2ാമത്തെ സെറ്റ് പൈനാപ്പിൾ ഇപ്പം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ജ്യൂസി ആകണ്ട കേട്ടോ. ഇതിൽ കുറച്ച് കഷ്ണങ്ങളുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളമോട് ചേർത്തിട്ട് ഈ പൈനാപ്പിളും ഈ പഴവും കൂടി അതിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് ചൂടാവട്ടെ കേട്ടോ, ഒന്ന് മിക്സ് ആയിക്കോട്ടെ അതിൽ.
നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പൈനാപ്പിൾ ഇങ്ങനെ ചൂടാകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ കുറച്ച് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നേരത്തെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടി ആഡ് ചെയ്യും. മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ ഒരു കളറ് പെട്ടെന്ന് അങ്ങോട്ട് മാറും. അത്രയും നല്ലൊരു കളറുള്ളൊരു മുളക് പൊടിയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ കറിക്കൊക്കെ നല്ലൊരു കളർ ഉണ്ടായിരുന്നു കേട്ടോ, ആ മുളക് പൊടി കാരണം. പക്ഷേ ഇതിന് ഉപ്പ് ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് അതവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തോട്ടെ. അപ്പോൾ നമ്മൾ ശർക്കര അപ്പോഴേക്കും പാനിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം ആ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഈ പഴമൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശർക്കര പാനിയും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനി അത്യാവശ്യം നല്ല രീതിയിൽ ഇത് തിളച്ച് ഇത് വറ്റിക്കോട്ടെ. നമുക്ക് അതിൻ്റെ അപ്പുറത്ത് തന്നെ അടുത്ത കറിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കാം, കടുകിടാം. അപ്പോൾ ഇതിവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കടുക് പൊട്ടി വരട്ടെ. ഇപ്പോൾ ഒരു 2-3 ചുവന്നുള്ളി അതിലേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ ഒരു 3-4 വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മറ്റൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ്, ഈ 2 കാര്യങ്ങൾ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇത് വേറെ ഒന്നുമല്ല, ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറി ഇരിക്കണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് ആൻറ്റീനെ കൊണ്ട് ഞാൻ അരിഞ്ഞെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ കണ്ടോ, നേരത്തെ പറഞ്ഞല്ലോ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഇതാണ് ആ പച്ചക്കറികളൊക്കെ. ഒരു കോളിഫ്ലവർ എടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം. പിന്നെ ഒരു 4 പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒരു നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടത് മൂടി വെച്ചേക്കാം അവിടെ. നമ്മുടെ നേരത്തെ ആ ഒരു കറിയില്ലേ, അത് ആ ശർക്കര പാനി കിടന്നിട്ട് തിളച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പഴമൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ വറുത്ത് മാറ്റിയില്ലേ കുറച്ച് തേങ്ങ, ആ തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തേക്കാം. ഇതിലേക്ക് നല്ല രീതിയിൽ അതിലേക്കൊന്ന് യോജിക്കട്ടെ. അപ്പോൾ ഈ കൺസിസ്റ്റൻസി മതി കേട്ടോ. നമുക്കൊരു ഒരു ക്രീമി ടെക്സ്ചർ എന്നൊക്കെ പറയില്ലേ, കണ്ടോ, നല്ല രീതിയിൽ വെന്ത് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം. നേരത്തെ പോലെ തന്നെ എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ വേപ്പില. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ മധുരക്കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. അതിന് പേരൊന്നുമില്ല, ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടൊരു കറി കേട്ടോ. ഒരു ചേച്ചി ഉണ്ടാക്കുന്നത് കണ്ടതാണ്, എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ തോരനും വെന്തിട്ടുണ്ട് കേട്ടോ. തോരനും ഓൾമോസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട്. നേരത്തെ മധുരക്കറിയിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരി ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ കുരുവില്ലാത്ത മുന്തിരി ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേ. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മധുരക്കറി റെഡി ആയിട്ടുണ്ട്. തോരൻ ഓൾമോസ്റ്റ് 3/4 ഭാഗം വേവായപ്പോൾ അതിലേക്ക് കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇളക്കാനുള്ള സുഖത്തിനായിട്ട് ഈ സ്പൂൺ എടുത്തത്. പക്ഷേ ഈ ഫ്രൈ പാനിലൊക്കെ ഇളക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലെ ബ്ലാക്ക് കളറുള്ള സാധനം പോകും. അപ്പോൾ അത് പോകാണ്ട് നോക്കണം. പിന്നെ ഇവിടെ പപ്പടം ഇരിക്കണ്ടായിരുന്നു, അപ്പോൾ ആ പപ്പടവും കൂടി ഊണിന് വേണ്ടി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മോരുകറി ആയിട്ടുണ്ട്, പിന്നെ ഒരു പൈനാപ്പിൾ മധുരക്കറി ആയിട്ടുണ്ട്, തോരനായിട്ടുണ്ട്, പിന്നെ പപ്പടമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് അച്ചാർ ഇരിക്കണ്ടായിരുന്നു, അപ്പോൾ അച്ചാറും കൂട്ടിയിട്ടോ. അപ്പോൾ അച്ചാറും കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ വെന്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ കിട്ടി നമുക്കിപ്പോൾ ചോറുണ്ണാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇത്രയും കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇലയിലാട്ടോ ചോറ് വിളമ്പേ. ആരും തന്നെ തോരനെ വിളമ്പിയ തോരൻ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ആദ്യം ഉണ്ടാക്കിയ നമ്മുടെ ആ ഒരു മോര് കറിയില്ലേ, അതും കുഴപ്പമില്ല. എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയ കറി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്ര പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇന്ന് മധുരക്കറി, ഇവിടെ ഉണ്ടായിരുന്ന വെളുത്തുള്ളി അച്ചാർ, പപ്പടം വയ്ക്കാൻ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.